ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. കുറേ നാളായിട്ട് ഞാൻ വീഡിയോയിൽ ഒന്നുകൂടെ ഒന്ന് തല കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അതിന് കാരണമായിട്ടുള്ളത് ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവി നൽകുന്ന സന്ദേശവുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി നമ്മളിലേക്ക് ആഗതമായി എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോയിൽ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. ഞാൻ പറയാറുണ്ട്, കുറച്ച് പേരൊക്കെ അറിയിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്കും അത് വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കമൻറ്റിലൂടെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മൾ മുന്നേ ഒരു പുൽക്കൂട് ഉണ്ടാക്കിയിരുന്നല്ലോ, അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഒന്ന് അലങ്കരിച്ചിട്ട് ഈ ക്രിസ്മസ് നമുക്കൊന്ന് മിന്നിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊക്കെ ഒന്ന് മിന്നിച്ചേക്കണേ. അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് വിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. എൻ്റെ വാക്കുകൾ ഒരു ചെറിയ ഗിഫ്റ്റാണ്, ഞാൻ നിങ്ങൾക്കായി നൽകുന്ന ഈ എൻ്റെ ക്രിസ്തുമസ് ഗിഫ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് ആശംസകൾ നേരും. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മുന്നേ ഒരു ക്രൈബ് ഉണ്ടാക്കിയിരുന്നല്ലോ, ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ അതൊന്ന് അലങ്കരിച്ച് നമ്മൾ ക്രിസ്മസ് ഒന്ന് ഗംഭീരമാക്കുക എന്നുള്ള പരിപാടിയാണ്. അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയത് വെച്ച് നമ്മളൊന്ന് അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന് വെച്ചതാണ്. അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഒരു 15 ദിവസമായിട്ടുണ്ടാവും. ഈ വീഡിയോ ഞാൻ ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഈ പുൽക്കൂട് ഉണ്ടാക്കിയ വീഡിയോ ഒന്ന് കാണുക. കൂട്ടുകാരുടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ എവിടെ വരെ എത്തി, എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയുക. പിന്നെ നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡാൻസിങ് അപ്പൂപ്പനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൂപ്പനെ നമ്മൾ വീടിൻ്റെ മണ്ടയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, പുൽക്കൂടിൻ്റെ മേളിൽ വെച്ച് നിർത്തിയിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കുറച്ച് LED ബൾബും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് മിന്നിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് ചെറിയൊരു സംഭവമാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്ന ഒരു ചെറിയ സംഭവം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ട്രീ ആണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൂടെ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തി കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ ചെയ്തേക്കുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ്. ഇതുപോലെയുള്ള നൂലില്ലേ, അതാണ് നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഒരു പഴയ കമ്പി ഒന്ന് വളച്ച് തിരിച്ചെടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏകദേശം ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആ പുൽക്കൂടിൽ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ളതാണ്. അപ്പോൾ ഇനി അതിനെ ഒന്ന് ചുറ്റിയെടുക്കണുണ്ട്. ആ ചണത്തിൻ്റെ കയറ് വെച്ചിട്ട് നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് 4 പാർട്ടായിട്ട്. അതിൽ നമ്മൾ ചാർട്ട് പേപ്പറോ എന്തെങ്കിലും വെച്ച് പൊതിയണോ എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ഗിഫ്റ്റൊക്കെ പൊതിയുന്ന പേപ്പറില്ലേ, ആ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നത്. അലുമിനിയം ഫോയിൽ പേപ്പറാണത്. അത് തിളക്കമൊക്കെ ഉള്ള ടൈപ്പ് നമുക്ക് ഫാൻസിയിൽ എല്ലായിടത്തും അവൈലബിളായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ ഈ പേപ്പറാണ് എടുത്തേക്കുന്നത്. പേപ്പർ ഒരു സൈഡ്, 2 സൈഡും നല്ല ഭംഗിയുണ്ട്. നമ്മൾ റെഡ് കളർ വയ്ക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാനത് മാറ്റി ഇങ്ങനെയുള്ള കളറാക്കിയിട്ടുണ്ട്, തിരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടത് ഗ്ലൂ ഏതെങ്കിലും വെച്ചൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. നമ്മുടെ കയ്യിലുള്ളത് ഫ്ലക്സ് സ്റ്റിക്ക് തന്നെയാണ്, അത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഏകദേശം മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഡെക്കറേഷൻ്റെ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി അതിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ചുറ്റിയെടുത്തിട്ട് അങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ഏകദേശം ഇതുപോലെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇനി ഇത് നമ്മളതിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ആ ക്രൈബിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് അതിനെ ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ സ്റ്റാറും അപ്പൂപ്പനെയൊക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിച്ചിട്ട് എടുക്കുന്നുണ്ട്. നമ്മളന്ന് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സ്റ്റാറാണ്. മുന്നിൽ തൂക്കിയിരിക്കുന്നത് ക്ലേ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ചെറിയൊരു സ്റ്റാറാണ്. പിന്നെ എല്ലായിടത്തും നമ്മൾ മനോഹരമായിട്ട് തന്നെ അത് ഒരുവിധമൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് സംഭവം മൊത്തത്തിൽ കാണാൻ. അപ്പോൾ നമ്മളതിൽ ലൈറ്റൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം രാത്രിയിൽ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും ഞാൻ ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു.